ഹലോ എവ്രിവൺ, BSO 2025 ക്ലാസ് 8 ഫസ്റ്റ് റാങ്കും അതേപോലെ തന്നെ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും സ്വന്തമാക്കിയിട്ടുള്ള അന്നയും അന്നയുടെ ഫാമിലിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അന്ന എസ് ബ്രില്യന്റ് സയൻസ് ഒളിമ്പിയാഡ് 2025 8ാം ക്ലാസ് കാറ്റഗറിയിൽ നിന്നും 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ അന്ന എസ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ സജികുമാർ എസിന്റെയും ഷജീന എസിന്റെയും മകളായ ഈ വിദ്യാർത്ഥിനി തിരുവനന്തപുരം ആര്യ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഈ വിദ്യാർത്ഥിനിയെ 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡും മെഡലും മെമന്റോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. അപ്പൊ അന്നയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ അന്ന എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ട്രിവാൻഡ്രം പട്ടം. ഓക്കെ. അപ്പോ ഇങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എക്സാം കഴിഞ്ഞപ്പം എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ബയോളജി കുറച്ച് ടഫായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രം ടഫ് എന്നാണ്, പക്ഷെ എല്ലാവർക്കും ടഫായിരുന്നു. അപ്പം എനിക്കൊരു നല്ല സ്കോർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ല റാങ്കും ഉണ്ടായി. എനിക്ക് ബയോളജിയുടെ സ്കോർ കാരണമാണ് ഫസ്റ്റ് കിട്ടിയെന്നാണ് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞത്. അപ്പൊ പേടിച്ച സബ്ജക്റ്റിൽ തന്നെ നല്ലൊരു മാർക്ക് നേടാൻ സാധിച്ചല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു BSO എക്സാമിനെ കുറിച്ചൊക്കെ എങ്ങനെയായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവിടെ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പോൾ BSOയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ, അതായത് ബ്രോഷർ വന്നപ്പോൾ തന്നെ ഞാൻ ചാപ്റ്റേഴ്സ് സിലബസ് എല്ലാം നോക്കി. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊരു പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്. പിന്നെ അങ്ങോട്ട് ഒരുപാട് എന്താ പറയുക, രാവിലെയും വൈകിട്ടൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ചില സമയം 1 മണിക്കൊക്കെയാണ് ഉറങ്ങിയിരുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത്. പിന്നെ ക്ലാസ് ടീച്ചറും വാട്സപ്പിലൂടെ നമുക്ക് മെസ്സേജൊക്കെ തന്നിട്ടുണ്ടായിരുന്നു BSOയെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും അത്രയും ഞാൻ ഉറക്കൊഴിച്ചിരുന്നൊക്കെ പഠിച്ചതിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം എന്തായാലും ഇന്ന് കാണാനായിട്ട് പറ്റിയല്ലേ? അപ്പോൾ അതേ കൂടെ വന്നിട്ടുള്ള പാരൻസ് ആണെങ്കിലും കൂടെ വന്ന ചേച്ചിമാരാണെങ്കിലും അവരൊക്കെ മുഖത്തും നമുക്ക് ആ ഒരു സന്തോഷം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു? പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത്? എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ടഫായിട്ട് തോന്നിയ ഫിസിക്സ് ആണ്. അപ്പോൾ പഠിക്കാനും എനിക്ക് ഫിസിക്സ് ആയിരുന്നു. കുറച്ച് ഫോമുലയൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് ഫിസിക്സ് ആയിരുന്നു. പക്ഷേ BSO എഴുതിയ സെക്കൻഡ് സ്റ്റേജ് എഴുതിയ സമയം നന്നായിട്ട് ഫിസിക്സ് ഇപ്പോൾ കവർ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഫിസിക്സ് ഈസി ആയിട്ട് തോന്നി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഫിസിക്സിൽ ഈ പറഞ്ഞ പോലെ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ടാവും അല്ലേ? അപ്പോൾ എന്തെങ്കിലും ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്? ഫിസിക്സിൽ ബേസിക്കലി നമ്മൾ ട്രിക്കൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കൺസെപ്റ്റ് എന്താണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഫോമുല ഡെറൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കൺസെപ്റ്റ് പഠിച്ച് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഫോമുല പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നന്നായി ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൗണ്ടേഷൻ്റെ ബുക്സിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലും ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഫൗണ്ടേഷൻ്റെ ക്ലാസ്സുകളൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓഫ് കോഴ്സ്, ഫൗണ്ടേഷൻ്റെ ക്ലാസ്സസ് ആണ് എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും BSO കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സ്കൂളിലും എല്ലാ ദിവസവും പോകേണ്ടതുണ്ട്. അപ്പോൾ സ്കൂളിലും കുറേ കാര്യങ്ങൾ പഠിക്കാനും കുറേ വർക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടിയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ പിന്നെ സ്കൂളിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലാണ് ബ്രില്യൻറ്റിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ സ്കൂൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാലും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ കുറച്ച് സോഷ്യൽ, ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്ട്സ് അല്ലാതെ ബാക്കിയൊന്നും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സോഷ്യലും കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ എന്തായാലും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതുമ്പോൾ ഭയങ്കര പേടിയായിരുന്നോ? ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നോ? അതോ സെക്കൻഡ് സ്റ്റേജിലായിരുന്നോ ആ ഒരു പേടി കൂടുതലായിട്ടുണ്ടായിരുന്നേ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാവരുടെയും മെയിൻ എയിം ഒന്ന് പാസ് ആവുക എന്നുള്ളതാണല്ലോ. സെക്കൻഡ് സ്റ്റേജ് എനിക്ക് ക്വാളിഫൈ ചെയ്യുക. പക്ഷേ എനിക്ക് കൂടുതൽ ടെൻഷൻ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു. കാരണം ആ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് സ്റ്റേജിലായിരുന്നു കൂടുതൽ ടെൻഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും അന്നയുടെ പാരൻസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. മാം പേരെന്താ? ഷജീന. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് സജികുമാർ. ഞാൻ ഗവൺമെന്റ് എംപ്ലോയിയാണ്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ അന്നയുടെ 2 സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. എന്താ ചെയ്യുന്നേ? ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പാരൻസിനോട് ചോദിക്കാം. മോള് നല്ലൊരു റിസൾട്ടൊക്കെ മേടിച്ച് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഹാപ്പിയാണ്.
അപ്പൊ ചെറുപ്പം തൊട്ടേ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, അതോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമ്പൽ ചെയ്യണോ പഠിക്കുക എന്നൊക്കെ? 3ാം ക്ലാസ് വരെ ഞാനും കൂടെ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൾ സ്വന്തമായിട്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യും. നമ്മൾ പറയണ്ട, അവളെ കാര്യം അവൾ നോക്കും. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് മോൾക്ക് കിട്ടുന്നത്? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടെ 6th മുതൽ ഫൗണ്ടേഷൻ ചെയ്യാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ചത്. വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ NSO IMO എല്ലാം നല്ല റാങ്കിൽ എത്തുന്നതിനും ഈ ഫൗണ്ടേഷൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ ഈ റിസൾട്ടിൽ ചേച്ചിമാർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അവൾ ശരിക്കും നല്ല ഇൻസ്പിറേഷനാണ് നമുക്കും. പിന്നെ ലൈക്ക് ഹാർഡ് വർക്ക് അല്ല, അവൾ ഇഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്, കഷ്ടപ്പെട്ടല്ല പഠിക്കുന്നത്. അപ്പം അതിൻ്റെ റിസൾട്ടാണ്. പിന്നെ നല്ല ഡെഡിക്കേഷൻ കൊടുക്കാറുണ്ട്, അതൊക്കെ തന്നെ. അവൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. കാരണം എത്ര നമ്മൾ എന്ത് വർക്ക് കൊടുത്താലും അത് കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർത്തിട്ടേ അവൾ ഉറങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്, അവൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും അന്നയ്ക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് മേടിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഭാവിയിൽ എന്താവണമെന്നാണ് അന്നയുടെ ആഗ്രഹം? എനിക്ക് എൻജിനീയറിംഗ്, അതായത് IIT JEE എഴുതിയതിന് ശേഷം IIT നിന്ന് എയറോസ്പേസ് എഞ്ചിനീയർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നാസയിലാണ് എനിക്ക് ആഗ്രഹം നാസയിലൊരു ജോലി വാങ്ങിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അന്നയുടെ ഈ ആഗ്രഹങ്ങളൊക്കെ അതേപോലെ തന്നെ നിറവേറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.